1999 ജനുവരി 17. ഇന്ന് നന്ദിത ടീച്ചറുടെ ഓർമ്മദിനം. ജീവിച്ചിരിക്കുമ്പോൾ ആരാലും അറിയപ്പെടാതെ പോയ മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരി, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ വിർജിനിയ വൂൾഫ്, അതുമല്ലെങ്കിൽ മലയാളത്തിൻ്റെ സ്വന്തം രാജലക്ഷ്മി. അവളുടെ വരികളിലൂടെ അഗാധമായ ഒരു വായന നടത്തുമ്പോഴും നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. അവൾ പ്രണയത്തെ എത്രമാത്രം ഗാഢമായി പ്രണയിച്ചുവോ അതുപോലെ തന്നെയാണ് മരണത്തെയും അവൾ ഗാഢമായി പ്രണയിച്ചിരുന്നതെന്ന്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ്, നിന്നെ മറക്കുകയെന്നത് മൃതിയാണെന്ന്. ഞാൻ നീ മാത്രമാണ്. അതെ, അവൾ മൃത്യു വരിക്കാൻ തയ്യാറായിരുന്നു. അവൾ പറയാതെ പറഞ്ഞ വരികൾ: ഇനി നിനക്ക് കടന്നു വരാം, നേർത്ത വിരലുകൾ കൊണ്ട് ആത്മാവിനെ തൊട്ടുണർത്താൻ. ഇന്ദ്രിയങ്ങൾക്കപ്പുറത്ത് നിന്നൊരു സ്വപ്നം പോലെ ഇനി നിനക്ക് കടന്നു വരാം. നന്ദിത ടീച്ചറുടെ വിദ്യാർത്ഥിയുടെ വാക്കുകൾ ഞാൻ കടമെടുക്കുന്നു. ഇന്നും ഓർക്കുന്നു ക്ലാസ്സിൽ അവരെ ആരാധനയോടെ നോക്കിയിരുന്നത്. എപ്പോഴും ചിരിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ക്ലാസ് ഇഷ്ടമില്ലായിരുന്ന എന്നെപ്പോലും ശ്രദ്ധയോടെ പിടിച്ചിരുത്തിയത്. ചെറിയ പ്രായത്തിൽ സൂയിസൈഡ് ചെയ്ത ഒരു ഇംഗ്ലീഷ് കവയിത്രിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവരുടെ കണ്ണുകളിൽ കണ്ടത് തിളക്കമായിരുന്നു. അത് ഞാൻ ഇന്നും ഓർക്കുന്നു. എവിടെയോ മരണത്തോട് അവർ അപ്രത്യക്ഷമായ ഒരു സ്നേഹമോ ആകർഷണമോ കാണിച്ചിരുന്നുവെന്ന് തോന്നുന്നു. മരണശേഷം ലോകമറിഞ്ഞ അപൂർവ പ്രതിഭയെ, നിങ്ങളെക്കുറിച്ച് എത്ര അറിഞ്ഞാലും മതിയാവുകയില്ല. നിങ്ങളെ സ്നേഹിക്കുന്ന, വായനയെ സ്നേഹിക്കുന്ന ഞങ്ങൾക്കെങ്കിലും നിങ്ങൾ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. അത്രയും സ്നേഹത്തോടെ, ആദരവോടെ പ്രണാമം.